സ്വർഗത്തിൽ ആദ്യം കൈപിടിക്കുന്നത് അവിടെയല്ലേ? അള്ളാഹു നമ്മളെ അവരുടെ കൂടെ എത്തിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു അവിടെ എത്തിക്കുമാറാകട്ടെ. അങ്ങനെ ആഗ്രഹിച്ചാൽ മാത്രം മതിയോ? ഈ സഹാബത്തിന്റെ പുറകിൽ നിൽക്കേണ്ടവരല്ലേ നിങ്ങൾ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വയൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസിലൽ മലായികതു തൻസീലാ. വയൗമ തശക്കക്കു സ്സമാഉ ബിൽ ഗമാമി വനുസിലൽ മലായികതു തൻസീലാ. നാളെ പരലോകത്ത് ആകാശം പൊട്ടിപ്പിളരും, മഹിസറ ഹാജരാകും. ആ സമയത്ത് മഹിസറ തുടങ്ങുമ്പോ ആകാശ ലോകത്തിന് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന്. വനുസിലൽ മലായികതു തൻസീലാ. നാളെ അല്ലാഹുവിന്റെ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഈ ആയത്ത് തീരേണ്ട താമസം, ഈ ആയത്ത് ഇറങ്ങേണ്ട താമസം. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് നബിയേ മലക്കുകൾ ഇറങ്ങി വരുന്നത്? മഹിസറയിൽ എങ്ങനെയാണ് നബിയെ മലക്കുകൾ ഇറങ്ങി വരുന്നത്? ഈ സഹാബത്തിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? അല്ലാഹുവിന്റെ ജീവിതത്തെക്കാൾ വലുതാണ് വഫാത്ത്. അത് കരയാണ്, പറയാൻ കഴിയില്ല. അതും പറഞ്ഞേ നമ്മൾ ഇവിടെ നിന്ന് പിരിയോ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വഫാത്ത് അങ്ങനത്തെ വഫാത്താ. പക്ഷേ പരലോകത്തവരുടെ പുറകിൽ നിൽക്കണമെങ്കിൽ സഹാബത്ത് ചോദിച്ചു, നബിയേ കൈഫ യുജാഉ ബിക കൈഫ യൻസിലു ബിക യാ റസൂലല്ലാഹ്. മലക്കുകൾ കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ അവരൊച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടാ വരിക, ദിക്ർ പറഞ്ഞുകൊണ്ടാ. കോടി മലക്കുകൾ ഒരേ സമയത്ത് ദിക്ർ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. ഏത് ദിക്റാണ് നബിയേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പറഞ്ഞുകൊണ്ടാണ് മലക്കുകൾ ഇറങ്ങുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾ പറയുന്ന ദിക്ർ ഏതാ? അത് കൂടെ പഠിച്ചോളി. വാത് കഴിഞ്ഞ രണ്ട് ദിക്ർ ഞാൻ പഠിപ്പിച്ചു. ഒന്ന് സുബ്ഹാനല്ലാഹി ഉറക്കെ. ഇതാണ് മനുഷ്യന്മാരെ ഈ സദസ്സിന്റെ പ്രതിഫലം. ഇത് പറഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് സ്വീകരിക്കും. സ്വീകരിക്കാതിരിക്കൂല. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ മുമ്പിൽ വന്നിട്ട്, ഉസ്താദേ 20 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, എനിക്ക് വാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, ആകെയുള്ളത് എന്റെ ഭാര്യ. 20 വർഷമായി കുട്ടികളില്ല. ഇപ്പൊ അവളും എന്നെ വേണ്ടാന്ന് പറയുന്നു ഉസ്താദ്. അവൾക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ല. ആ ഒരു 48 വയസ്സെന്ന മനുഷ്യന് ഷാർജയിൽ ജോലിയാ. ഉസ്താദെ ദുആ ചെയ്യണം, എന്റെ ഭാര്യയും പോയ എനിക്ക് ആരുമില്ല, വാപ്പയില്ല, ഉമ്മയില്ല, മക്കളില്ല, ആരുമില്ല. 6666 സദഖയും തന്നിട്ടുണ്ട്. മിനിങ്ങാന്ന് പുരാമന്തോട് ഞാൻ വാത് പറഞ്ഞുകൊണ്ടിരിക്കുക. എത്ര ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇപ്പൊ അതിന്റെ പേരിൽ അവകാശവാദമൊന്നും വേണ്ട. കുറച്ചാളുകളുണ്ട്. അപ്പോ അയാളിനെ കാണാൻ ഉസ്താദെ കൊണ്ടുവന്നിട്ട് ഒരു സ്വർണത്തിന്റെ വാള, ഭാര്യയുടെ കൈ കിടന്ന ഒരു സ്വർണത്തിന്റെ വാള എന്റെ കയ്യിൽ തന്നു. ഉസ്താദെ ഇന്നത്തെ സദസ്സി ദുആ ചെയ്യണം, ഇത്രേ ആളുകളുള്ളതല്ലേ. എന്താ? ഇന്ന് രാവിലെ ഭാര്യ പോയി ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് അനുകൂലം. അള്ളാഹുവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കട്ടെ. ഇത് അഹമ്മദ് കബീറിന്റെ അവകാശവാദമൊന്നുമല്ല. ഞാൻ ഒരു പാവപ്പെട്ട മനുഷ്യൻ. എന്നെ സംബന്ധിച്ചോളം ചിലപ്പോ എന്നെ അകലേന്ന് നോക്കി എനിക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ടെന്ന് തോന്നും. അങ്ങനെ തന്നെ തോന്നട്ടെ, അതങ്ങനെ ഇരിക്കേണ്ടതാണ്. അടുത്ത് വന്നാൽ ഞാൻ ആകെ ഒരു വളരെ പാവപ്പെട്ടതാണ്. ഞാൻ അലിവാക്കലേക്ക് ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. എന്നെ വെള്ളിയാഴ്ച വിളിക്കാൻ വേണ്ടി എന്റെ റൂമിൽ ഞാൻ അവരെ വാതിലിന് മുമ്പിൽ ചേലക്കുള ഉസ്താദ് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അപ്പൊ തന്നെ എന്റെ റൂമിന്റെ അകത്തോട്ട് കയറ്റി. കാരണം അവരങ്ങനെ നിൽക്കേണ്ടവരല്ല. നമ്മളൊക്കെ ഇവരൊക്കെ എന്നേക്കാൾ വലിയ ആളുകളാണ്. പക്ഷെ അള്ളാഹ് എന്തുകൊണ്ടോ അവൻ പരീക്ഷിക്കാനാണോ അതെന്റെ അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. നാവിനൊരു പച്ച തന്നതുകൊണ്ട് മേപ്പോട്ട് പോയതാണ്. അത് ആളുകൾ കൂടുതലായതുകൊണ്ട് മേപ്പോട്ടായത് ഞാൻ ചിന്തിക്കുന്നുമില്ല. സിദ്ദീഖ് ഞാനൊക്കെ ഒന്നിച്ച് അവരെന്റെ സീനിയറായിട്ട് വിളിച്ച ആളുകൾ. അലിവാക്കവി എന്റെ സീനിയർ, ഞാൻ എപ്പോഴും ജൂനിയറാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പള്ളിക്കര ഉസ്താദൊക്കെ ദർസ് നടത്തുമ്പോൾ ഞാനപ്പോ അവാമിൽ ഓതിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെ വലിയ ആളുകളാണ്. പക്ഷേ അള്ളാഹ് നാക്കിന് ചിലപ്പോ അതൊരു വലിയ മിടുക്കൊന്നുമല്ല, അതൊരു വലിയ മിടുക്കായിട്ട് കിടക്കേണ്ട കാര്യമില്ല. പിന്നെ അള്ളാഹ് തരുമ്പോ, ഞാൻ എവിടെയോ പറഞ്ഞപ്പോ
ഞാൻ മലപ്പുറത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊരു ട്രെൻഡാ എന്ന് പറഞ്ഞപ്പോ ബഹുമാനായ കോട്ടുമല ബാപ്പു മുസ്ലിം അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ എന്നോട് പറഞ്ഞു ബാക്കവി ഇനി നിങ്ങൾ അങ്ങനെ പറയരുത്, നിങ്ങൾ പറയണം ഇതൊരു കബൂലുൻ ഹസനാണ്, ഇതൊരു കബൂലിന് ഒരു ട്രെൻഡാന്ന് പറയരുത്. കോട്ടുമല ഉസ്താദ് എന്നെ തിരുത്തി തന്നു. നാളെ എനിക്ക് കോട്ടുമല അക്കാഡമിയിലാവുന്നു, കോട്ടുമല ബാപ്പു ഉസ്താദിന്റെ കോളേജിലായിരുന്നു നാളെ. മിനിങ്ങാന്ന് ജാമിയാനൂരയുടെ മുറ്റത്തായിരുന്നു പട്ടിക്കാട് യത്തീങ്ങാന ജാമിയാനൂരിയുടെ മുറ്റത്ത് ആലിക്കുട്ടി ഉസ്താദിന്റെ യത്തീങ്ങാനയിൽ റാബിത്തയുടെ ഫണ്ട് നിന്നുപോയി, യത്തീങ്ങാന നിന്ന് 600-ലധികം യത്തീം മക്കളുണ്ട്. ആലിക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞ ബാക്കവി എങ്ങനെയെങ്കിലും വന്നേ പറ്റൂ, അവിടെ യത്തീങ്ങാന 600 കുട്ടികൾക്ക് ഭക്ഷണത്തിനില്ല. അൽഹംദുലില്ലാഹ് ബാദു പറഞ്ഞു 32 ലക്ഷം രൂപ ഇട്ടു ഒറ്റ ദിവസം. 32 ലക്ഷം രൂപ. കോട്ടുമല ഉസ്താദ് എന്നോട് ഇത് കബൂലുൻ ഹസനാണ്, ട്രെൻഡല്ല, ഇത് അള്ളാഹു സ്വീകരിച്ചതാണ്. അങ്ങനെ പറയും, അള്ളാഹു നിലനിർത്തി തരട്ടെ. ആ ഭാര്യ 20 വർഷത്തിന് ശേഷം ഗർഭിണിയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവേ ഒന്ന് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയും. അല്ലാഹുവേ നീ ഇവർക്കൊരു സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹ്, കൊടുക്കണേ അല്ലാഹ്. എന്തുകണ്ട ഈ ഓരോ രാത്രിയിലും സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്ന 10,000-കണക്കിന് ആളുകളുടെ ഇടയിൽ അല്ലാഹു ആമീൻ സ്വീകരിക്കുന്ന ഒരു മനുഷ്യരുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് എന്ന് കരുതുമ്പോ അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത. ആ സമയത്ത് സഹാബ ഈ ദിക്ർ പറഞ്ഞുകൊണ്ട് മലായികത്തുകൾ മഹിസ്രലോകത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ആ സമയത്ത് എന്റെ ബുറാക്കിന്റെ പുറത്ത് കയറിയിട്ട് ഞാൻ മഹിസ്രയിൽ ഉണ്ടാവുന്നുണ്ട്. എന്റെ ബുറാക്കിന്റെ പുറത്ത് 7 ആകാശങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് താണ്ടിക്കിടന്ന ഏറ്റവും അതിദ്രുതഗമന വാഹനമായ ബുറാക്കിന്റെ മുകളിൽ ഞാനവിടെ മഹിസ്രയിലുണ്ടാവും. എന്റെ തൊട്ടു മുമ്പിലായി എന്റെ കുതിരപ്പുറത്തുണ്ടാവും എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണമേ ഹബീബി ഫാത്തിമത്ത് സഹ്റ. എന്റെ ബുറാക്കിന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് എന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടാകും. ഈ കണ്ണന്തറയിൽ എന്നെ ശ്രമിക്കാനെത്തിയ പ്രിയപ്പെട്ട പെങ്ങളെ ആ ഫാത്തിമയുടെ മുമ്പിലെത്തണ്ടയോ, അവിടെ പുറകിൽ നിൽക്കണ്ടയോ? ആ സമയത്താണ് റസൂലുള്ള സഹാബത്തിനോട് പറയുന്ന സഹാബ, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാനിരിക്കുമ്പോ എന്റെ തൊട്ടു മുമ്പിൽ എന്റെ കുതിരപ്പുറത്ത് ഫാത്തിമ നിൽക്കുമ്പോ എന്റെ തൊട്ടു പുറകിൽ വരുന്നുണ്ടാവും ബാങ്കം വിളിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടു പുറകിൽ മഹിസ്രയിൽ വരുന്നുണ്ടാകും കറുത്തവനായ ചപ്രച്ച തലമുടിയുള്ള ഹബശിയായ ഉത്തമയുടെ അടിയേറ്റ് താഴെ കിടന്ന അടിമ എന്റെ സയ്യിദുനാ ബിലാൽ കറുത്തവനായ ബിലാൽ ഉമയ്യത്തിന്റെ ചാട്ടവാറടിയേറ്റിട്ട് മരം കഴുകനെ പോലെ കൊത്തിക്കൊറിക്കുമ്പോ നിലവിളിച്ച അടിമയില്ലേ ബിലാൽ. ആ ബിലാൽ ഭാഗം വിളിച്ചു കൊണ്ടുവരുമ്പോ വിനാഹത്തിന് വാങ്ങി വിളി കേൾക്കുമ്പോ ആരൊക്കെയാണോ മറുപടി കൊടുത്തിട്ട് പള്ളിയിൽ പോയത് അവര് മുഴുവനും ബിലാലിന്റെ പുറകെ ലബ്ബൈക വസഅദൈക യാ ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാലിന്റെ പുറകെ ഉണ്ടാവും. വാങ്ങി വിളിച്ചപ്പോ പള്ളിയിൽ പോയ ചെറുപ്പക്കാരും അക്സറയിൽ ബിലാലിന്റെ പുറകിലുണ്ടാവും. എന്റെ ഇടത്തുണ്ടാവും, എന്റെ വലതു ഭാഗത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും, എന്റെ ഇടതു ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാവും. എന്റെ തൊട്ടു നടുവിലായി എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികൾ സയ്യിദുനാ ഹസൻ വൽ ഹുസൈൻ. ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാർ മുഴുവനും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ പുറകിൽ നാളെ പരലോകത്തേക്ക് വരുന്ന കാഴ്ച ഒന്ന് കാണണ്ടേ ചെറുപ്പക്കാരാ? പാതിരാ സമയത്ത് ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടുമ്പോ ഈ വാക്കുകൾ വെറുതെ ആകരുത്, ഈ ദുആ വെറുതെ ആവരുത്, ഈ ഒരുമിച്ച് കൂടൽ വെറുതെ ആവരുത്. നാളെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരലോകത്ത് പതികര പോലെ പാഞ്ഞു നടക്കുമ്പോ, പ്രാണഭയത്തോടെ പാഞ്ഞു നടക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിൽക്കാൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ പുറകിൽ നിൽക്കാൻ ഈ സംഭവം പറയേണ്ട താമസം അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, നബിയേ നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല നബിയേ, നിർത്തല്ല
നിൽക്കല്ല നബിയെ. റസൂലുള്ളാഹിയോട് പറയുകയാണ്, നാളെ ആഖിറത്തിൽ വരുമ്പോ ഞങ്ങൾക്ക് ഈ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരണേ നബിയെ. അത് പറയാതെ അങ്ങയുടെ വലത് നിർത്തല്ലേ യാ റസൂലുള്ളാഹ്. നമ്മുടെ മനോഭാവമല്ല, നമ്മളെ പോലെയല്ല. നിങ്ങളുടെയൊക്കെ ചിന്ത, ചിലരുടെയെങ്കിലും ചിന്ത എങ്ങനെയാ? അല്ലാഹുവേ, ഇയാളൊന്ന് നിർത്തിയാളൊന്ന് എഴുന്നേറ്റ് പോകാമായിരുന്നു, വളർന്ന് നിർത്തിയാൽ എഴുന്നേറ്റ് പോകാമായിരുന്നു. പൊന്നുമോനെ, കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ വന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോ ആഖിറത്തിലേക്ക് കൈവെള്ളയിലൊന്നുമില്ലാതെ എഴുന്നേറ്റ് പോയിട്ട് കാര്യമെന്താ? റസൂലുള്ള പരലോകത്തിന്റെ പാരവശ്യത പറയുമ്പോ നിർത്തല്ല നബിയെ, നിർത്തല്ല നബിയെ, നിർത്തല്ല തിരുദൂതരെ, നാളെ നിങ്ങളുടെ പുറകിൽ നിൽക്കാൻ ഞങ്ങൾക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സഹാബ, എന്നാൽ നിങ്ങൾ ദിവസവും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വല്യഖുറാ അമിതിനാലാ ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വല്യഖുറാ അമിതിനാലാ ദീനുൽ ഇസ്ലാം എന്ന ദിക്ർ നിങ്ങൾ പതിവായിട്ട് പറഞ്ഞു. സഹോദരങ്ങളെ, അഹമ്മദ് കബീർ നമ്മളും തമ്മിൽ ഒരുമിച്ച് കൂടിയിട്ട് നാളെ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മയ്യത്താണ് കാണുന്നതെങ്കിൽ ഈ കൂടിക്കാഴ്ച വിപരമാവണ്ട. ഇന്നു മുതൽ ജീവിതത്തിന് ധാരാളമായിട്ട് പറയണം, യാദൽ ജലാലി വല്ലിഖുറാ അമിതിനാലാ ദീനുൽ ഇസ്ലാം, യാദൽ ജലാലി വല്ലിഖുറാ